സംഘർഷം നിലനിൽക്കുന്ന ജമ്മു മേഖലയിൽ നിന്നും ഗ്രാമീണർ വീടൊഴിഞ്ഞു പോവുകയാണ്. 18,000 ഗ്രാമീണർ ഇതുവരെ സംഘർഷം ഭയന്ന് വീട് വിട്ടിറങ്ങി. ഇവർ സ്കൂളുകളിലും മറ്റു പൊതുകെട്ടിടങ്ങളിലും ആരംഭിച്ച ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം തേടി. ജമ്മുവിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളും സാംബയിലും കത്വയിലും 7 വീതം ക്യാമ്പുകളും തുറന്നിട്ടുണ്ടെന്ന് ജമ്മു ഡിവിഷണൽ കമ്മീഷണർ ശാന്തുമാനു പറഞ്ഞു. बॉर्डर विलेजेस हैं, उनसे हट के जो जगह हैं उसमें जो गवर्नमेंट बिल्डिंग्स हैं या कुछ प्राइवेट बैंक्वेट हॉल वगैरह हैं उनमें अरेंजमेंट्स किए गए लोगों के रहने के. तो इस वक्त जैसे जम्मू डिस्ट्रिक्ट में करीब 10 कैंप्स चल रहे हैं. സായുധ നീക്കവും മനുഷ്യത്വ പ്രവർത്തനങ്ങളും സമാന്തരമായാണ് നടക്കുന്നതെന്ന് BSFിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതോടൊപ്പം സൈന്യത്തിന് മറ്റു പ്രവർത്തനങ്ങളും ധാരാളമായുണ്ട്. പരിക്കേറ്റവരെ പരിചരിക്കണം, ഗ്രാമീണരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിക്കണം, ഗ്രാമീണർ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയ സ്ഥലങ്ങൾ സംരക്ഷിക്കണം. इसमें बहुत सारे काम हैं कि जब आप बॉर्डर पे फायरिंग हो रहे हैं, कैजुअलिटीज हो रही हैं, लोग इंजर्ड हो रहे हैं, लोगों को कैंप्स में शिफ्ट करना पड़ रहा है, गांव खाली हैं तो वहां पे गांव को प्रोटेक्शन देना जरूरी है. BSFിന്റെ 50ഓളം കാവൽ കേന്ദ്രങ്ങൾക്കും 35 താമസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടന്നുവെന്ന് സേനാവൃത്തങ്ങൾ വിശദീകരിച്ചു. അതിർത്തിയിൽ 200ഓളം കിലോമീറ്റർ നീളം വരുന്ന ഭാഗത്താണ് പാകിസ്ഥാന്റെ ആക്രമണം നടന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.